ഹലോ ഗസാന ബ്ലോസിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ ട്രിവാൻഡ്രത്ത് സമ്മർ ഫെസ്റ്റ് പ്രമാണിച്ച് നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ ഒരു എക്സിബിഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇതിൻ്റെ അകത്ത് കയറുന്ന ടിക്കറ്റിൻ്റെ റേറ്റ് വന്നിട്ട് ഒരാൾക്ക് 100 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. നമ്മളിവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇതാണ് ടൈറ്റാനിക്കിൻ്റെ ഒരു വലിയൊരു ഷിപ്പ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ജാക്കും റോസൊക്കെ നിൽക്കുന്ന ആ ഒരു കട്ടൗട്ടും ആ ഒരു വലിയൊരു ഷിപ്പ് കാണാൻ തന്നെ നല്ലൊരു കിടിലൻ ഫീലാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇതിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പായിട്ട് ഇവിടുന്ന് അവർ ടിക്കറ്റ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ അകത്തേക്ക് വിടുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് പടിക്കെട്ട് കയറിയിട്ടാണ് നമുക്ക് ഈ ടൈറ്റാനിക്കിൻ്റെ അകത്ത് കയറാൻ പറ്റുന്നത്. ടൈറ്റാനിക്കിൻ്റെ എക്സിബിഷൻ വന്നിട്ട് ട്രിവാൻഡ്രം ആനേറയിൽ വെച്ചിട്ടാണ് ഈ എക്സിബിഷൻ നടക്കുന്നത്. നമ്മളിതിൻ്റെ അകത്ത് കയറുമ്പോൾ ആദ്യം കാണുന്ന DJ അമ്യൂസ്മെൻറ്റ് പ്രസൻസ് ടൈറ്റാനിക് എക്സിബിഷൻ ആണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് ഏതാണ്ട് നമുക്ക് ടൈറ്റാനിക്കിൻ്റെ ആ ഷിപ്പിൻ്റെ അകത്ത് കയറിയൊരു ഫീൽ കിട്ടും. അതിന് നമ്മൾ ഇവിടെ നിന്ന് നേരെയാണ് നമുക്ക് പോകേണ്ടി. പടിക്കെട്ട് കയറി നമുക്ക് മേളിൽ ചെന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാഴ്ചകൾ കാണേണ്ടത്. നമ്മുടെ ഈ ട്രിവാൻഡ്രം സമ്മർ ഫെസ്റ്റ് പ്രമാണിച്ച് ടൈറ്റാനിക് എക്സിബിഷൻ വന്നിട്ട് ഏപ്രിൽ 10 ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഏപ്രിൽ 10 മുതൽ ഏതാണ്ട് ഒരു 45 ദിവസം ഇവിടെ ഇത് വർക്കിംഗ് ആണ്. അതിൽ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം മുമ്പിലോട്ട് നടക്കും. നമുക്കിവിടെ ഷിപ്പിൻ്റെ സ്റ്റിയറിംഗ് വീല് നമുക്ക് കാണാം. ഇവിടെയൊക്കെ നമുക്ക് നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു കിടില ലുക്കായിരിക്കും. പിന്നെ നമ്മൾ ഈ ടൈറ്റാനിക്കിൻ്റെ എക്സിബിഷൻ്റെ അകത്ത് കയറാനുള്ള എൻട്രി ടൈമിംഗ് വന്നിട്ട് വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9:30 വരെയാണ് ഇതിൻ്റെ അകത്ത് കയറാനുള്ള ടൈമിങ്. പിന്നെ ട്രിവാൻഡ്രത്തെ ടൈറ്റാനിക്കിൻ്റെ എക്സിബിഷൻ വന്നിട്ട് ആനേറയിലാണ്. അതായത് നമ്മുടെ ലുലു മാളിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ ടൈറ്റാനിക്കിൻ്റെ എക്സിബിഷൻ ഉള്ളത്. ആ സ്റ്റേഴ്സ് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ നേരെ കാണുന്നത് ടൈറ്റാനിക് അമ്യൂസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ്. ഇവിടെ നമുക്ക് ടൈറ്റാനിക് ഷിപ്പിൻ്റെ അകത്തുള്ള ആ ഒരു മെയിൻ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. ഇവിടെ ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു കിടിൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വരുമ്പോൾ അനുഭവപ്പെടുന്നത്. നമുക്ക് ടൈറ്റാനിക് ഷിപ്പിൻ്റെ അകത്ത് കയറിയ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഈ ടൈറ്റാനിക് സിനിമയിൽ ആ റോസ് ഇറങ്ങി വരുന്ന ആ സ്റ്റെപ്പിൻ്റെ ആ ഒരു മോഡലൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അവിടെ നമ്മൾ ഡയറക്റ്റ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് പിന്നെ മേലത്തെ സീലിംഗ് ഒക്കെ ആ മൂവിയിൽ കാണുന്ന അതേ രീതിയിലൊക്കെയാണ് അവരവിടെ ചെയ്തിട്ടുള്ളത്. നല്ല കിടിൽ എഫേർട്ട് എടുത്തിട്ടാണ് ഇവിടെ ടൈറ്റാനിക്കിൻ്റെ എക്സിബിഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫാമിലിയായിട്ട് ഫ്രണ്ട്സൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ ജാക്കിൻ്റെ റോസിൻ്റെ കൂടെ ഒക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നല്ല കിടില മൂവ്മെൻ്റ് ആയിരിക്കും ഇവിടെ വരുമ്പം. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിൽ ഇവിടെ ഒരു വേറെ റൂമാണുള്ളത്. അത് നമ്മൾ ടൈറ്റാനിക് സിനിമയിൽ ആ റോസിൻ്റെ ആ ഒരു ബെഡ്റൂമിലുള്ള ആ ഒരു രീതിയിലൊക്കെയാണ് ആ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നല്ല കിടില രീതിയിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ കുറച്ചും കൂടെ മുമ്പിലോട്ട് പോകണം. ഇതും ഏതാണ് നമ്മൾ ഷിപ്പിൻ്റെ അകത്ത് ആ ഒരു പോകുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടാവുന്ന വിധത്തിൽ മാക്സിമം അവർ ട്രൈ ചെയ്തിട്ടാണ്. നല്ല കിടില ലുക്കാണ്. അവിടെ നമ്മൾ ചെന്ന് കയറുന്നത് നമ്മൾ ടൈറ്റാനിക് സിനിമയിലെ ആ ജാക്ക് റോസിൻ്റെ ആ പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു സെക്ഷനിലുള്ള ഒരു റൂമിലേക്കാണ്. നമുക്കിവിടെ വരുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ നമുക്കിരുന്ന് ഫോട്ടോസും നല്ല നല്ല കിടിലം റീൽസിന് ചെയ്യാൻ പറ്റിയ കുറേ കണ്ടൻറ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് സൈഡിൽ നമുക്ക് ടൈറ്റാനിക് ഷിപ്പിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ എക്സിബിഷനിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടൈറ്റാനിക് ഷിപ്പ് പോയ ആ ഒരു പാത്തും പിന്നെ ടൈറ്റാനിക് ഷിപ്പ് ഇടിച്ചതിൻ്റെ ഉള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്കിಲ್ಲಿ കാണാവുന്നതാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ടൈറ്റാനിക്കിലെ യഥാർത്ഥ ഫോട്ടോസൊക്കെ നമുക്കിവിടെ ഡിസ്പ്ലേയിൽ കാണാവുന്നതാണ്. ടൈറ്റാനിക് ഷിപ്പിൻ്റെ യഥാർത്ഥ ഒരു ഇതും പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് മുങ്ങിപ്പോയ ഓഷ്യൻ ഗേറ്റിൻ്റെ ആ ഒരു ഷിപ്പും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിൽ നമ്മൾ ടൈറ്റാനിക് സിനിമയിലെ മെയിനായിട്ടുള്ള ഹാർട്ട് ഓഫ് ദി ഓഷൻ എന്നുള്ള ആ ഒരു നെക്ലസിൻ്റെ ഡെമോ അവരിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ടൈറ്റാനിക് ഷിപ്പിൻ്റെ ഒരു ചെറിയൊരു മോഡൽ അവരിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ടൈറ്റാനിക്കിൻ്റെ ആ എക്സിബിഷന് ശേഷം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ഫർണിച്ചേഴ്സും അതിൻ്റെയൊക്കെ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അവിടെ നമ്മൾ കുറച്ചുകൂടി മുമ്പിലോട്ട് പോകുമ്പോൾ ഇവിടെ ചെറിയൊരു ഗെയിം സെക്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഗ്ലാസ്സൊക്കെ ബോളിൽ എറിഞ്ഞ് അങ്ങനത്തെ കുറേ ഗെയിം സെക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചെന്ന ഒരു ബുക്ക് സ്റ്റാളിലും പിന്നെ നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ നമുക്ക് വെറൈറ്റി സ്നാക്സ് ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ കുറേ സെക്ഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ ലേഡീസിനും കിഡ്സിനൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കുറേ നമുക്ക് ഈ ചെറിയ കമ്മൽ, വള, പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സ് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഈ സ്കൂൾ തുറക്കുമ്പോഴുള്ള കുട്ടികൾക്ക് ഉപയോഗപ്പെടുന്ന പേന, പെൻസിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് മുമ്പിലോട്ട് പോകുമ്പോൾ ഇവിടെ നമുക്ക് ഈ പാനിപ്പൂരി, ബേൽപൂരിയൊക്കെ കഴിക്കാനുള്ള ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ ഇവിടെ ഐസ്ക്രീമുണ്ട്. ഐസ്ക്രീമൊക്കെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വരുമ്പോൾ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് മരണക്കിണറും ജയൻറ്റ് വീലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുഞ്ഞു ഇതേപോലത്തെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ ലക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ കുറേ ഗെയിംസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മുടെ ട്രിവാൻഡ്രത്ത് നമ്മുടെ ആനറിൽ ഒരുക്കിയിട്ടുള്ള ടൈറ്റാനിക് എക്സിബിഷനിലെ പ്രധാന കാഴ്ചകൾ. എല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ മാക്സിമം ഒന്ന് ഇവിടെ വിസിറ്റ് ചെയ്ത് നോക്കുക. നല്ല കിടിലൻ സ്പോട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.